നീ എങ്ങനെ വിഷമിക്കല്ല സെൻസേ? എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും? ഒന്ന് വൈറലായിക്കട്ടെ. എന്തൊക്കെ തലകുത്തി മറിഞ്ഞു നോക്കി. ആ കുട്ടി വരെ ഞാൻ ചെയ്തു, എന്നിട്ട് റീച്ചില്ല. അതെ, നിനക്ക് വൈറലാവാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ ചെയ്യാ പറ. നിനക്കൊരു അതിജീവിതയാകാൻ പറ്റുമോ? എങ്ങനെ? അതിന് ആദ്യം വേണ്ടത് ഒരു KSRTC ബസ്സാണ്. അതെ, പിന്നെ പുരുഷന്മാർ അടുത്തിരിക്കാൻ സാധ്യതയുള്ള ജനറൽ സീറ്റ് 1, അതിലിരിക്കാനുള്ള പുരുഷൻ 1. പിന്നെ മധ്യവയസ്കരും അതിൽ പ്രായമുള്ളവരും ആയാൽ ഉത്തമം. എന്നിട്ട് അടുത്തിരിക്കുന്ന പുരുഷൻ ഞരമ്പനാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവും, ഇല്ലെങ്കിൽ പണി കൂടും. അതെങ്ങനെ? അതായത് ഞരമ്പനാണെങ്കിൽ ഒന്ന് തട്ടാനും മുട്ടാനൊക്കെ ഇങ്ങോട്ട് വരും, ഇല്ലെങ്കിൽ ഒന്ന് തട്ടിയും മുട്ടി നമ്മൾ അങ്ങോട്ട് കയറി പണിയണം. സത്യ. എന്നിട്ട് ആ വീഡിയോ എടുത്ത് പീഡിപ്പിച്ചേന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യണം. അടിപൊളി, ഞാൻ പൊളിക്കും. പിന്നൊരു കാര്യം, നമ്മൾ അങ്ങോട്ട് കയറി മുട്ടുവിരുമ്പി സൂത്രത്തിലെടുത്ത വീഡിയോ ആണെങ്കിൽ വീട്ടിലെത്തിയിട്ടേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്താ? അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്താലേ ചിലപ്പോ സ്പോട്ടിൽ അവർ നമ്മളെ പല്ലടിച്ചിളക്കിന്ന് വരും. ഓക്കെ, ഏറ്റ് ചേച്ചി നോക്കിക്കോ, മണിക്കൂറുകൾ കൊണ്ടേ ഈ സെൽസ വൈറലായിരിക്കും. വല്ലാത്തൊരു കഥയായി പോയി സലാമേ. ഏത് നശിച്ച നേരത്തെ എനിക്ക് ആ ബസ് കയറാൻ തോന്നിയത്. ഞാനങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? അതും എൻ്റെ മോളെ പ്രായം പോലും ഇല്ലാത്തൊരു കുട്ടിനോട്. നിങ്ങൾ ബേജാറല്ലേന്ന്? നിങ്ങളൊന്നും ചെയ്തില്ലാന്ന് ആ പെണ്ണിട്ട വീഡിയോ തന്നെ ക്ലിയർ അല്ലേ? കാണുന്നവരെന്താ തലക്ക് സ്ഥിരമില്ലാത്തല്ല, ആരും നിങ്ങളെ കുറ്റപ്പെടുത്തൂല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ഈ മുട്ടുവേദന കാരണം എനിക്ക് കുറെ നേരം നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ സീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പെൺകുട്ടീൻ്റെ അടുത്ത് പോയിരുന്നത്. അത് ഇങ്ങനെ ഒരു നാണക്കേടാവും ഞാൻ വിചാരിച്ചില്ല. നിന്ന നിപ്പിനായിട്ട് ഇല്ലാണ്ടായി പോയാൽ മതിയെന്ന് തോന്നുകപ്പോ. ഭാര്യൻ്റെയും മക്കളെയും മുഖത്ത് നോക്കാൻ പറ്റില്ലടോ. ഈ ലൈക്കിനും കമന്റിനും വേണ്ടിയിട്ട് എന്ത് തോന്നിയാസവും കാണിക്കാൻ ഉളുപ്പില്ലാത്ത കുറെ ബാണങ്ങളുണ്ട്. സ്വന്തം തന്തനും തള്ളനും പറയിപ്പിക്കാൻ. അച്ഛാ, ഞാൻ വൈറലായി. അച്ഛൻ അറിഞ്ഞു മോളെ. അയാള് ശരിക്കും എന്റെ മോളെ ഉപദ്രവിച്ചോ? ഇല്ല, അതൊക്കെ എന്റെ ട്രിക്ക് അല്ലേ. എന്തായാലും അച്ഛന് സന്തോഷായി. അച്ഛനെയും അമ്മയും ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ വരെ മോളെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് അച്ഛനെയും അമ്മയും പറഞ്ഞോണ്ടിരിക്കുക. മോൾ ഇതുവരെ കാണാത്ത വല്യച്ഛനെ പോലും പറഞ്ഞിട്ടുണ്ട് ചിലര്. എന്തായാലും ആ സന്തോഷത്തില് എന്റെ മോക്ക് അച്ഛനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, തരട്ടെ? ഇത് ഞാൻ നേരത്തെ തരണ്ടായിരുന്നു. ഈ അടി കിട്ടുന്ന സീൻ്റെ കൂടെ ഒരു പഞ്ച് ഡയലോഗ് കൂടി വേണമെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അതിനേക്കാൾ വലിയ പഞ്ചുള്ള തെറി നാട്ടുകാരെ വായന നിനക്ക് ഇനിയും കേൾക്കേണ്ടതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. തീയാകാൻ നോക്കിയതാ അവള്. നാട്ടുകാർ ഇനി നിന്റെ പുക കണ്ടേ അടങ്ങുള്ളൂ.